വിദ്യ വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 7 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം വിവര വിശകലനം. അനുവും ആമിയും വിനുവും സൈനുവുമെല്ലാം കാര്യമായ ചർച്ചയിലാണ്. ശാസ്ത്ര ക്ലാസ്സിൽ മേരി ടീച്ചർ നൽകിയ ഗ്രൂപ്പ് പ്രൊജക്റ്റ് എങ്ങനെ പൂർത്തിയാക്കാം എന്നതാണ് അവരുടെ ചിന്ത. 2 വ്യത്യസ്ത വർഷങ്ങളിലെ കേരളത്തിൻ്റെ വനവിസ്തൃതിയുടെ ജില്ല തിരിച്ചുള്ള പഠനമാണ് വിഷയം. ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കണം, അവ അപഗ്രഥിച്ച് നിഗമനത്തിലെത്തണം. ശേഷം ക്ലാസ്സിലെ മറ്റു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ നിഗമനങ്ങൾ അവതരിപ്പിക്കണം. ഇതിനായി ലൈബ്രറി പുസ്തകങ്ങൾ, ആനുകാലികങ്ങൾ, ഇൻ്റർനെറ്റ്, മുൻ വർഷങ്ങളിലെ കുട്ടികൾ തയ്യാറാക്കിയ പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ തുടങ്ങിയവ അവർ പരിശോധിച്ചു. ഗ്രാഫുകൾ പറയുന്നത് ആമിയാണ് ഒരു ആനുകാലികത്തിൽ വന്ന ചുവടെ നൽകിയ ഗ്രാഫുകൾ സംഘത്തിലെ മറ്റംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എത്ര ആകർഷകമായാണ് ഗ്രാഫുകളിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവ നമ്മോട് പറയുന്നത്? ഒന്ന് എഴുതി നോക്കൂ. 2023 ഒക്ടോബർ 1-ാമത്തെ ആഴ്ച കേരളത്തിലെ 5 ജില്ലകളിൽ രേഖപ്പെടുത്തിയ ശരാശരി മഴയുടെ കണക്ക്. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാവുന്നുണ്ട്. റെയിൻ ഫാൾ ഇൻ 5 ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള 1 ഒക്ടോബർ 2023 to 6 ഒക്ടോബർ 2023. ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച. നമുക്ക് ഈ ചിത്രങ്ങൾ നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. മഴ കൂടുതൽ ലഭിച്ച ജില്ലയും കുറവ് ലഭിച്ച ജില്ലയും. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മഴ കൂടുതൽ ലഭിച്ച ജില്ല ഇവിടെ ഇതാണ്. ഇതിവിടെ നേരെ നമുക്ക് തിരുവനന്തപുരം എന്ന് കാണുന്നുണ്ട്. അതുപോലെ കുറവ് ലഭിച്ച ജില്ല നമുക്കിവിടെ ഇത് കുറവാണ്, അതുപോലെ ഇതും കുറവാണ്. മറ്റൊരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഇവിടെയും ഇത് കാണാനുണ്ട്. മറ്റു ജില്ലകളിൽ ലഭിച്ച മഴയുടെ അളവ്. ഇവിടെ ഓരോ ജില്ലകളിൽ ലഭിച്ച മഴയുടെ അളവ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വിവരങ്ങളുടെ വിശകലനം എത്ര പെട്ടെന്നാണ് ഗ്രാഫ് വഴി സാധിക്കുന്നത്? ഇത്തരം ഗ്രാഫുകൾ നമുക്കും നിർമ്മിക്കാൻ സാധിക്കുമോ? നമ്മുടെ പ്രൊജക്റ്റ് പ്രവർത്തനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താനാകുമോ? ടീച്ചർ നൽകിയ സൂചനകളിൽ നിന്ന് സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന നിലയിലാണ് അനുവും സംഘവും കേരളത്തിലെ വനവിസ്തൃതിയുടെ ജില്ല തിരിച്ചുള്ള താരതമ്യ പഠനം എന്ന വിഷയം പ്രൊജക്റ്റിനായി തിരഞ്ഞെടുത്തത്. ഇത്തരം പഠനത്തിന് 2 വ്യത്യസ്ത കാലങ്ങളിലെ വനവിസ്തൃതിയുടെ കണക്കുകൾ ആവശ്യമാണല്ലോ. ഈ കണക്കുകൾ ലഭിക്കാൻ എവിടെയാണ് നാം അന്വേഷിക്കേണ്ടത്? ഇൻ്റർനെറ്റിൻ്റെ സാധ്യത ഉപയോഗിക്കാമെന്ന് ഗായത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 2011-2021 വർഷങ്ങളിലെ വനവിസ്തൃതിയുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ അവർ കണ്ടെത്തി പ്രൊജക്റ്റ് ഡയറിയിൽ രേഖപ്പെടുത്തി. നോക്കൂ, ഈ തരത്തിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നമുക്ക് ആദ്യമായി നമ്മുടെ നോട്ട് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്താം. ഈ വിവരങ്ങൾ വെച്ച് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ കഴിയുക? നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ 2 വർഷങ്ങളിലെയും ആകെ വനഭൂമിയുടെ അളവ് കണ്ടെത്താം. പ്രസ്തുത കാലയളവിലെ സംസ്ഥാനത്തെ ശരാശരി വനവിസ്തൃതി കണ്ടെത്താം. വനവിസ്തൃതി കൂടുതലും കുറവുമുള്ള ജില്ലകൾ തിരിച്ചറിയാം. 10 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ വനവിസ്തൃതിയിൽ വന്ന മാറ്റം വിലയിരുത്താം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പട്ടികയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇനി പട്ടികയിലെ ദത്തങ്ങൾ അപഗ്രഥിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കണം. ഇതിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുമോ? ആമി കാണിച്ചു തന്ന ഗ്രാഫുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണല്ലോ. നമ്മുടെ ജോലി ആയാസരഹിതമാക്കാനാണല്ലോ കമ്പ്യൂട്ടറും അതിലെ സോഫ്റ്റ്വെയറുകളും. പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വിവര വിശകലനത്തിനായി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. മുൻ വർഷങ്ങളിലെ കുട്ടികൾ വിവര വിശകലനത്തിനായി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച കാര്യവും അവർ മനസ്സിലാക്കിയിരുന്നു. പഠന പ്രൊജക്റ്റുകൾ കമ്പ്യൂട്ടറിൽ. എല്ലാ പഠന പ്രൊജക്റ്റുകളും വിവരശേഖരണം, ക്രോഡീകരണം, അപഗ്രഥനം, നിഗമനങ്ങൾ രൂപീകരിക്കൽ എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. കമ്പ്യൂട്ടറുകളുടെ വരവ് ഇത്തരം പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിനുതകുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിലും ലഭ്യമാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ വിവരങ്ങൾ ക്രമീകരിക്കാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് സ്പ്രെഡ്ഷീറ്റുകൾ എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ലഭ്യമായ ചില സൗകര്യങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. വിവരങ്ങൾ പട്ടികപ്പെടുത്താം. പട്ടികപ്പെടുത്തിയ വിവരങ്ങൾ വിവിധ രീതികളിൽ ക്രമീകരിക്കാം. വിവരങ്ങളുടെ വിശകലനം, താരതമ്യം, ക്രോഡീകരണം എന്നിവ സാധ്യമാക്കാം. വിവരങ്ങൾ ആവശ്യമെങ്കിൽ ചിത്രരൂപത്തിൽ ക്രോഡീകരിച്ച് വിശകലനം എളുപ്പമാക്കാം.
ധാരാളം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. IT@School GNU ലിനക്സിൽ ലഭ്യമായ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറാണ് ലിബർഓഫീസ് കാൽക്ക്. മൈക്രോസോഫ്റ്റ് എക്സൽ, ന്യൂമറിക്, കാലിഗ്ര ഷീറ്റ്സ്, നമ്പേഴ്സ് എന്നിവ മറ്റു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതിനാൽ ലാബിലെ കമ്പ്യൂട്ടറിലുള്ള ലിബർഓഫീസ് കാൽക്ക് എന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ വിവര വിശകലനത്തിനായി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് പ്രവർത്തനത്തിൻ്റെ ആവശ്യത്തിനേക്ക് വേണ്ടി ലിബർഓഫീസ് കാൽക്കും തുറക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഇത്തരത്തിലുള്ള ഷോ ആപ്ലിക്കേഷൻസ് എന്ന് കാണുന്ന 9 കുത്തുകൾ കാണാം. ഷോ ആപ്ലിക്കേഷൻസ് എന്ന ഈ കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിലുള്ള വിവിധ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ മൊബൈലിൽ പോലെ തന്നെ ഐക്കണുകളായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ കാൽക്ക് എന്ന സോഫ്റ്റ്വെയറാണ് ആവശ്യം. അതിനുവേണ്ടി ടൈപ്പ് ടു സെർച്ച് എന്ന ഈ ഭാഗത്ത് CAL എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒന്നാമതായിട്ട് ലിബർഓഫീസ് കാൽക്ക് വന്നിട്ടുണ്ട്. ലിബർഓഫീസ് കാൽക്ക് എന്ന ഈ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിബർഓഫീസ് ജാലകം തുറന്നു വന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ കുറേ വരികൾ നിങ്ങൾക്ക് കാണാം. 1, 2, 3, 4 എന്നീ നമ്പറുകൾ നൽകിയിട്ടുള്ള വരികൾ അഥവാ റോസ് കാണാം. അതുപോലെ ABCDE എന്ന നിരകൾ അഥവാ കോളങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഇതിനെ നമുക്ക് ഒരു റോ അല്ലെങ്കിൽ വരി എന്ന് പറയാം. അതുപോലെ ഇതിനെ നമുക്ക് കോളം അതല്ലെങ്കിൽ നിര എന്ന് പറയാം. അതുപോലെ ഈ ചതുരത്തിൽ കാണുന്നത് ഓരോ സെല്ലുകളാണ്. ഈ സെല്ലുകളിലാണ് നമ്മൾ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഏറ്റവും മൂലയിലുള്ള ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് A1 എന്നാണ്. ഇവിടെ അത് എഴുതി വന്നിട്ടുണ്ട്. നെയിം ബോക്സ് എന്ന ഈ ഭാഗത്ത് A1 എന്ന് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ കോളത്തിൻ്റെ ഹെഡറിൽ നൽകിയിട്ടുള്ള ഈ ഇംഗ്ലീഷ് അക്ഷരവും റോയുടെ വരിയിൽ നൽകിയിട്ടുള്ള നമ്പറും കൂടെ കൂടി വരുമ്പോൾ ആ സെല്ലിൻ്റെ അഡ്രസ്സായി അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ പേരായി. അപ്പോൾ നമ്മളിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് I12 എന്നാണ് ഈ സെല്ലിൻ്റെ അഡ്രസ്സ്. കാൽക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്താം. ഇൻ്റർനെറ്റിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ കാൽക്ക് ഷീറ്റിൽ ചേർക്കുകയാണ് അവർ ആദ്യം ചെയ്തത്. ഇതാണ് അവർക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിച്ച ഡാറ്റ. ഇതിൽ ഓരോ സെല്ലിലും വിവിധ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഡാറ്റ ഈ സെല്ലുകളിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാം. ഇതിൽ A1 എന്ന സെല്ലിൽ നമുക്ക് ഡിസ്ട്രിക്റ്റ്, A2 ആലപ്പുഴ, കണ്ണൂർ എന്നിങ്ങനെ ജില്ലകളുടെ പേരുകൾ താഴേക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കണം. ഇവിടെ B എന്ന കോളത്തിൽ 2011 ഫോറസ്റ്റ് ഏരിയയുടെ സ്ക്വയർ കിലോമീറ്ററിൻ്റെ അളവുകൾ നമ്പറുകൾ ടൈപ്പ് ചെയ്ത് ചേർക്കണം. അതുപോലെ C എന്ന കോളത്തിൽ 2021 വനവിസ്തൃതിയുമാണ് ചേർക്കേണ്ടത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ ഈ ഡാറ്റ ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നാമത്തെ സെല്ലായ A1 സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്ട്രിക്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. കീബോർഡിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇത് ടൈപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഒന്നാമത്തെ അക്ഷരത്തിലെ D എന്ന അക്ഷരം വലിയ അക്ഷരം വരുന്നതിന് ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം D ക്ലിക്ക് ചെയ്യുന്നു. ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ അമർത്തുമ്പോൾ തൊട്ടടുത്ത സെല്ലിലേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്തിട്ടും സെല്ല് സെലക്ട് ചെയ്യാൻ കഴിയും. ഇതിൽ ഒന്നാമത്തെ ജില്ല ആലപ്പുഴ. കണ്ണൂർ, എറണാകുളം, അങ്ങനെ നിങ്ങൾക്ക് താഴേക്ക് ഈ ജില്ലകളുടെ പേരുകൾ ടൈപ്പ് ചെയ്യാം. ഇവിടെ ജില്ലകളുടെ പേരുകൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോളത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഈ കോളത്തിൻ്റെ അല്ലെങ്കിൽ ഈ നിരയുടെ വീതി കൂട്ടണം. അതിനുവേണ്ടി ഈ നിരയുടെ പേരുകൾ നൽകിയിട്ടുള്ള AB എന്ന കോളം ഹെഡിങ്ങുകളുടെ നടുവിലായി മൗസ് പോയിൻ്റർ എത്തിക്കുന്ന സമയത്ത് മൗസ് പോയിൻ്ററെ ആകൃതി രണ്ട് ഭാഗത്തേക്കും ആരോ ആകുന്ന സമയത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ വര നീങ്ങുന്നത് കാണാം. നമുക്ക് ആവശ്യമായ വലുപ്പത്തിൽ അതിനെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് നമുക്ക് അടുത്ത B എന്ന കോളത്തിൻ്റെ ഹെഡിങ് ഫോറസ്റ്റ് ഏരിയ 2011, ഫോറസ്റ്റ് ഏരിയ 2011 ഇൻ സ്ക്വയർ കിലോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്തും B എന്ന കോളത്തിൽ ഇത് ഉൾക്കൊള്ളുന്നില്ല. അതിനുവേണ്ടി B, C എന്നീ കോളങ്ങൾക്കിടയിൽ മൗസ് പോയിൻ്റർ എത്തിക്കുന്ന സമയത്ത്
മൗസ് പോയിൻ്റിൻ്റെ ആകൃതി ഈ രൂപത്തിൽ വരും. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ കോളത്തിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടാൻ കഴിയും. ഇനി ഈ ആലപ്പുഴ ജില്ലയിലെ 2011 വനവിസ്തൃതിയാണ് ചേർക്കേണ്ടത്. ഇത് സ്ക്വയർ കിലോമീറ്ററിലാണ്. നമ്മൾ ഈ നമ്പർ മാത്രമാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. 38 641 695. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം. നേരത്തെ നമ്മൾ ജില്ലകളുടെ പേരുകൾ നൽകിയപ്പോൾ അത് ഇടതുവശത്തായിട്ട് ക്രമീകരിച്ചതായിട്ട് നമുക്ക് കാണാം. അതുപോലെ സംഖ്യകൾ നൽകിയപ്പോൾ അത് വലതുവശത്തായി ക്രമീകരിച്ചോ നമുക്ക് കാണാം. ഇങ്ങനെ വലതുവശത്തും ഇടതുവശത്തും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്രമീകരണത്തെ നമുക്ക് മാറ്റാൻ കഴിയും. ഇവ ഇത്തരത്തിൽ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ എന്ന് നൽകുമ്പോൾ അത് മധ്യഭാഗത്തായിട്ടും അലൈൻ റൈറ്റ് എന്ന് കൊടുത്ത ഇത് ഭാഗത്തായിട്ടും നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. നമുക്ക് ഇവിടെ തൽക്കാലം ഇടതുവശത്ത് തന്നെ നമുക്ക് ക്രമീകരിക്കാം. അതുപോലെ തന്നെ ഈ സംഖ്യകളും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കണമെങ്കിൽ അലൈൻ സെൻറ്റർ എന്ന് നൽകാം. നമുക്കിപ്പോൾ തൽക്കാലം അത് റൈറ്റ് സൈഡിൽ തന്നെ അലൈൻ ചെയ്യാം. ഇനി നമുക്ക് ഫോറസ്റ്റ് ഏരിയ ഇൻ 2021 ഇൻ സ്ക്വയർ കിലോമീറ്റർ എന്നാണ് നൽകേണ്ടത്. അത് വേണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് ഈ സെല്ലിലുള്ളതിന് ചെറിയൊരു മാറ്റമാണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്. കമ്പ്യൂട്ടറിലുള്ള ഒരു സൗകര്യമാണ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നത്. അപ്പോൾ നമുക്ക് ഈ സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്ത് C1 എന്ന സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് മെനുവിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ സെല്ലിൻ്റെ വലുപ്പം നമുക്ക് ഇത്തരത്തിൽ കൂട്ടാം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഫോറസ്റ്റ് ഏരിയ ഇൻ 2011 എന്നാണ്. നമുക്ക് ഈ സെല്ലിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഈ 2011 എന്ന ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് നമുക്കത് 2021 എന്നാക്കിയതിന് ശേഷം എൻ്റർ അമർത്താം. അതല്ലെങ്കിൽ ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെയും നമുക്ക് എഡിറ്റിംഗ് വരുത്താൻ കഴിയും. ഇനി ബാക്കി സംഖ്യകൾ കൂടി ടൈപ്പ് ചെയ്ത് ചേർക്കണം. ഇത്തരത്തിൽ മുഴുവൻ ഡാറ്റയും എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്യാം. അതിനു മുമ്പ് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കോളങ്ങളുടെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ റോയുടെ നിരകളുടെയും ഹൈറ്റ് നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ ഹെഡിങ്ങിന് കൂടുതൽ ഹൈറ്റ് വേണമെങ്കിൽ ഈ തരത്തിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ ഫയലൊന്ന് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിൽ ഇതിന് നമുക്ക് ഫോറസ്റ്റ് ഏരിയ എന്നൊരു പേര് നൽകി സേവ് ചെയ്യാം. ഫോറസ്റ്റ് ഏരിയ എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഫയൽ നമുക്ക് ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിൽ forest area.ods എന്ന് കാണാം. ഇത്തരത്തിൽ നിങ്ങളും ഈ പ്രവർത്തനം പൂർത്തിയാക്കുക.